എഡിറ്റ് ചെയ്ത് കളയണോട്ടാ. ഇത് ഇതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊല്ലിഞ്ഞ. വേണ്ട, ഞാൻ പറഞ്ഞു പഠിച്ചിരിക്കുക. വെറുതെ പ്രൊവോക്ക് ചെയ്തു. വേണ്ട, ഇട്ടേക്കരുത് കേട്ടോ, ഇട്ടേക്കരുത്. ജീവിതത്തിൽ ഒരു ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പിന്നെ എന്നിട്ട് അത് എന്ത് പറ്റിയത്? അത് എന്ത് ഇനോഗ്രേഷൻ വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതോ ഞാനൊരു മരുന്ന് കട ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊരു പെട്രോൾ പമ്പ് ഇനോഗ്രേഷൻ, ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യണമെന്നുണ്ട്, ആക്ഷൻ ഓറിയന്റഡ് ചെയ്യണമെന്നുണ്ട്, പിന്നെ ഒരു ബയോപിക് ആരുടെയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം. അതിനകത്ത് വല്ല PR വർക്ക് ഉണ്ടോ? അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ ഇവരങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാനും പറ്റത്തില്ല, ലൈഫ് ഭയങ്കര ഡാർക്കായി പോകും. വിവാഹത്തെ കുറിച്ചൊക്കെ എന്താണ്? ഒരു മനസ്സമാധാനം. നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും എല്ലാം സുന്ദരിയായ സ്വപ്നസുന്ദരിയായ ഹണി റോസാണ് ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് വന്നിരിക്കുന്നത്. നമസ്കാരം. എന്ത് തോന്നുന്നു? നമ്മുടെ ഫാമിലിയുടെ ഒരു ചാനലാണത്. അമ്മ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഇത് വളരെ ഉഷാറായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് മമ്മൂക്കയാണ്. മമ്മൂക്ക അതിന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യമാണ് കഴിഞ്ഞ കമ്മിറ്റി വന്നപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത് നമ്മുടെ ചാനൽ എന്തുകൊണ്ട് ഗംഭീരമാക്കിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ സുന്ദരിയായിരിക്കണ്ടല്ലോ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമാണ്. എന്താണ് സൗന്ദര്യം? അതവിടെ നിൽക്കട്ടെ, മനസ്സവിടെ നിൽക്കട്ടെ. എന്താണ് ഇപ്പൊ നമ്മുടെ അടുത്തുണ്ടല്ലോ പല ആൾക്കാരും നമ്മുടെ അടുത്ത് കാണുമ്പോൾ എന്താണ് ഈ ഹണി റോസിന്റെ ഈ സൗന്ദര്യം? പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരുമിച്ച് പല സിനിമകൾ ചെയ്തതുകൊണ്ടുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് വെച്ചാൽ, എന്നിട്ട് ഹണിയുടെ കുട്ടിക്കാലത്തൊരു ഫോട്ടോ, അതുകൊണ്ട് വേറൊരു ഫോട്ടോ, ചേട്ടാ ഇതെന്താണ് സംഭവം? ഞാൻ പറഞ്ഞ് അതിപ്പോൾ അതായത് ആൾക്കാർ പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ഇത്ര ഗ്ലാമർ ആയത്. ഞാൻ പണ്ട് ഗ്ലാമർ, അവരുടെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും. അവർ കാണുന്നത് ഇത് ഇപ്പൊ കുറച്ച് നമ്മളൊത്തിരി തടി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഓരോ കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന മാറ്റം ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ ഫോട്ടോസ് ചിലപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്ന ആ സമയത്താണ് ഞാൻ മൂവിയിലേക്ക് വരുന്നത്. ആ സമയം എടുത്ത ഫോട്ടോസ് വെച്ചിട്ട് ഈ 10-20 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇരിക്കണം എന്ന് ഒരാളോട് പറഞ്ഞാൽ നടക്കില്ല. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ്. അതാണ് ആണുങ്ങൾക്ക് ഉള്ള ഒരു ഇതിനേക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ്. എങ്ങനെയാണ് ഹണി റോസ് ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കേൾക്കാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ റേച്ചൽ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ ഞങ്ങളൊരു തമിഴ്നാടിൻ്റെ ഒരു ബോർഡറിലായിരുന്നു ഷൂട്ട്. അപ്പം ഞാനൊരു ദിവസം നോക്കുമ്പോൾ കുറേ വല്യപ്പന്മാരൊക്കെ ഞാൻ അനിയോട് പറഞ്ഞു, കുറേ വല്യപ്പന്മാരൊക്കെ മറ്റേ സോഡ കുപ്പി ഗ്ലാസ്സൊക്കെ ഉള്ള വല്യപ്പന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുക. അന്ത പൊണ്ണെങ്കെ അന്ത പൊണ്ണ് എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേറൊരു ഏടാ ഇന്ത സൈഡ് വാടാ ഇന്ത സൈഡ് വാ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ നമ്മൾ ആ വേലിയുടെ നമുക്ക് കാത്തിരിക്കുക ഹണി റോസ് തന്നെ കാണാനായിട്ട്. അപ്പൊ ഹണി റോസ് വന്നിറങ്ങിയത് എങ്ങനെ പാവാടയും ഇതുമൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിറങ്ങിയത്. അപ്പൊ അണിങ്ങനെ കടന്നുപോയി. അപ്പൊ അവര് വേറെ ആരെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ മറ്റേ വലിപ്പം പറയണം അന്തപ്പുണ്ട് അന്തപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെന്താ മലയുടെ മുകളിൽ നിന്ന് കണ്ടിറങ്ങി വന്ന ഹണി റോസിനെ കാണാനായിട്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് അണി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കണ്ടമാനം ആൾക്കാർ കൂടാറുണ്ട്. എന്താണ് അപ്പോൾ ഒരു ക്രൗഡിനെ കാണുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ഭയങ്കര സന്തോഷമാണ്. ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ആളുകൾ, ഞാനത് നേരത്തെ ബോയ് ഫ്രണ്ട് കഴിഞ്ഞ സമയം തൊട്ടിട്ട് ഇനോഗ്രൽ ഫംഗ്ഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞല്ല, കോവിഡിന് മുമ്പൊക്കെ ആയിട്ടുള്ള ഒരു സമയത്താണ് ഇത് കുറച്ചും കൂടി ആളുകൾ നോട്ടീസ് ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ചാനൽസും യൂട്യൂബ് ചാനൽസിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴാണ് കുറച്ചുകൂടെ കൂടിയത്. ആ സമയമൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആളുകൾ വന്ന് ഓൺലൈൻ മീഡിയാസ് വന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ ചെയ്താൽ നാട്ടുകാരെല്ലാവരും അറിയും, കാരണം അത്രയും ഓൺലൈൻ മീഡിയാസ് അവിടെ ഉണ്ടാവും. അതായിരിക്കും ആളുകൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര ഇപ്പോൾ ആളുകൾ കൂടുന്നു അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായതാണ് എന്നൊരു ഫീൽ ആളുകൾ കൂടുന്നത് കൊണ്ടാണല്ലോ ഹണിക്ക് ഇത്രയും ഉദ്ഘാടനം ഇങ്ങനെ ഓടിയാണെന്ന്. ഒരു മാസം എത്ര ഉദ്ഘാടനം ചെയ്യും? ഒത്തിരിയൊന്നുമില്ല, വളരെ കുറവേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം എന്താണ്? ജ്വല്ലറി ആണോ അതോ വസ്ത്രങ്ങളാണോ? ഇപ്പൊ ഇന്നാളെ കണ്ടു തിയേറ്ററിന്റെയോ
എന്താണ്? എല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ കേരളത്തിലെ എല്ലാത്തരം ഷോപ്സും ഇനോഗ്രേഷൻ ആക്ടേഴ്സിനെ വെക്കാറുണ്ട്. തെലുങ്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതലും ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും മാത്രമേ അവിടെ ചെയ്തിരുന്നു. അപ്പൊ പിന്നെ ചുരുക്കമൊക്കെ ഉള്ളൂ റെസ്റ്റോറന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നത്. കൂടുതലും അവിടെ ജ്വല്ലറീസ് ആണ്, ജ്വല്ലറിയും ടെക്സ്റ്റൈലും ആണ്. എന്ത് ഇനോഗ്രേഷൻ വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അതോ നമ്മൾ അതിനകത്ത് ഇങ്ങനെ അല്ല അത് ഞാൻ ചെയ്യില്ല അങ്ങനെ വല്ല? എനിക്ക് തോന്നുന്നു ഞാനൊരു മരുന്ന് കട ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മാറി നിന്ന് മരുന്ന്. പിന്നെ എനിക്കൊരു പെട്രോൾ പമ്പ് ഇനോഗ്രേഷൻ അതെന്തിനാന്നറിയില്ല, എൻക്വയറി വന്നിരുന്നു. അങ്ങനെ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പെട്രോൾ പമ്പൊക്കെ എന്തിനാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇല്ല ചെയ്തില്ല, അത് ഇവിടെ നിന്നല്ല പുറത്തുനിന്നാണ്. അതെ 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 അതെ. അവിടെ ക്രീമുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അത് ചെയ്തു. അങ്ങനെ മെഡിസിൻസ്, ക്രീമുകൾ അങ്ങനെ. ഇനി മറ്റൊന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവിതത്തിൽ ഈ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ടെന്നോണു, എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഇല്ല, നിരാശപ്പെടുത്തരുത് എല്ലാവരും. അതെ, ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അത് എന്ത് പറ്റിയത്? അത് കാരണം ഫുൾ പറയട്ടെ ഞാൻ. അത് കേൾക്കുന്ന ആൾക്കാർക്ക് വിഷമം തോന്നും പിന്നെ കഥ കേട്ട് കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മള് ഇല്ല. ഓക്കെ, നമുക്ക് ഇനി വിവാഹത്തെ കുറിച്ചൊക്കെ എന്താണ് പരിപാടികൾ? അത് നല്ലൊരാള് വരട്ടെ, വരുമ്പോ എന്താണ് അതിൻ്റെ ഒരു നല്ലൊരാളെന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നല്ല ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് ചേരുന്ന ഒരാളെന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരാളെ കാണുമ്പോൾ തോന്നൂല ഈ ആളെ കൊള്ളാലോ, ലൈഫിലുണ്ടാവും. കാണും മീൻസ് നമ്മളൊന്ന് പരിചയപ്പെട്ട സംസാരിച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വൈബ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്നുവരെ വൈബ് ഉണ്ടായിട്ടില്ല? ഇതുവരെ ഇല്ല, ഉണ്ടായിട്ടില്ല. ആള് ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. എന്തായാലും അത് അങ്ങനെ ഒരു വിവാഹവും കാര്യങ്ങളും ഒക്കെ സംഭവിക്കട്ടെ. അതിനെക്കുറിച്ച് വീട്ടുകാരെ അന്വേഷിച്ചിട്ടാണോ അത് നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നത്? രണ്ടായാലും ഓക്കെയാണ്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചാലും വീട്ടുകാര് അവർക്ക് ഇഷ്ടമായിരിക്കും. വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഹണിയുടെ മനസ്സിൽ എന്താണ്, അതല്ല ഒരാൾ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ കാണാൻ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ വല്ലതുണ്ടോ? ഇല്ല, ഒന്നുമില്ല അങ്ങനെയൊന്നും. അത് നമ്മൾ കുറച്ച് ടീനേജിലൊക്കെ ചേട്ടൻ ചോദിക്കായിരുന്നു, ചിലപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ ഇങ്ങനെ ആയിരിക്കണം, സ്വഭാവം അങ്ങനെ ആയിരിക്കണം, വിജയനെ പോലെ ആയിരിക്കണം, അല്ല ഇന്നയാളെ പോലെ ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു നല്ല നമ്മളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കണം. യോജിച്ചു പോവാന്നുള്ളതിന്റെ കണ്ടമാനം അർത്ഥമുണ്ട്. അതാ ആള് കറക്റ്റ് ആയിട്ടുള്ള ആള് വരുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളും, ഇതെല്ലാം മനസ്സിലായിക്കോളും. ഇപ്പം ആളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരാൾ ഇതുവരെ നമ്മള് കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പൊ സിനിമയുടെ പുതിയ സിനിമ? നമ്മുടെ റേച്ചലിനെ പറ്റി പറയണം. നമ്മള് പോത്ത് ജോയി എന്റെ അപ്പനായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കുറേ പോത്തുകളും ഒക്കെ ആയിട്ട് ഭയങ്കര കുട്ടൻ. ചേട്ടൻ്റെ കൂടെയുള്ള ഒരു സീൻ എനിക്ക് പ്രത്യേകിച്ച്, ഒരു കുട്ടൻ എന്ന് പറഞ്ഞൊരു പോത്ത് ഓർക്കുന്നില്ല, അതിനെ ഇങ്ങനെ പേടിപ്പിച്ച് ചേട്ടൻ അതിനെ പീഡിപ്പിക്കായിരുന്നു. അവസാനം ഞാനല്ല, ചേട്ടൻ തന്നെയാണ് അതിനെ പഠിച്ചത്. കുട്ടൻ പോത്തിന് ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവൻ ടയർഡായി കഴിയുമ്പോൾ അവനെ കൊണ്ടുവരും. അപ്പൊ ഇത് ആരാണിത്? കുട്ടൻ അതിനിട്ട് പേടിപ്പിച്ച് അവസാനം അത് ഇറങ്ങി ഓടി 2 ദിവസം കഴിഞ്ഞിട്ട് സാധനം വന്നു. അത് ഡബ് ചെയ്തപ്പോ എന്ത് തോന്നി? ഡബിങ് ഭയങ്കര രസമായിരുന്നു. ഡബിങ് അതല്ല, ഹോൾ ഷൂട്ടും ആ സിനിമയും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ചെറുകഥയിൽ നിന്നാണ് തുടക്കം വരുന്നത്. അപ്പൊ ആനന്ദിനി ആ കഥ എൻ്റെ അടുത്ത് ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബിഗിനിങ് തൊട്ടേ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ആ സിനിമയെ പറ്റി. എൻ്റെ ഒരു കഥാപാത്രം പിന്നെ ഇറച്ചിവെട്ടുകാരിയാണ്, അപ്പൻ അതായിരുന്നു ജോലി. അതിൽ നിന്ന് അപ്പോൾ അവർ ഭയങ്കര നല്ല അറിയാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ കുറേ നാളത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഇറച്ചി വെട്ടുന്നത്, അവരുടെ ആ കൈ പിടിച്ച് കത്തി പിടിച്ച് ഒക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ. അങ്ങനെ പിന്നെ കുറേ പോത്തുകളുടെ ഇടയിലാണ് സീൻസ്. സോങ് അതെ 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 ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ പെർഫോം ചെയ്ത എല്ലാവരും അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം. അല്ല 2 ദിവസം ചെയ്താലും അങ്ങോട്ട് അവർക്ക് മതിയാവും. എനിക്ക് കറക്ഷൻസ് ചെയ്തിട്ട് പോകും, കാലത്ത് വിളിയും ഒന്ന് വന്നിട്ട് കറക്ഷൻസ്. പക്ഷെ അത് അതിന്റെ ഒരു റിസൾട്ട് പെർഫെക്റ്റ്
കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഞാൻ കാണുമ്പോൾ കുറച്ചുകൂടി പേഴ്സണലായിട്ട് അണിയുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുക? ഐ മീൻ വീട്ടിലൊരു പണിയില്ലാത്തൊരു ദിവസമാണെങ്കിൽ, വേറെ ഉദ്ഘാടനങ്ങളൊന്നുമില്ല, ഷൂട്ടിംഗ് ഒന്നുമില്ലെങ്കിൽ എന്തായിരിക്കും? ഒരു 10-10:30 ആകുമ്പോഴത്തേക്കുമായിരിക്കും അല്ല എഴുന്നേക്കുന്നത്. ലേറ്റ് ആവും ഉറങ്ങുമ്പോൾ, എന്തെങ്കിലും മൂവിയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ 10:30 ആവും. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഡയറ്റ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട്. നേരത്തെ 10 മണിക്ക് കാലത്ത് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കുരിശ് വരച്ചൊക്കെ എഴുന്നേൽക്കും. കുരിശ് കിടക്കുന്നതിനും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ കുരിശ് വരയ്ക്കാറുണ്ട്. അത് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ വന്നിരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ അല്ലെ മൂവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഈ FB ഇൻസ്റ്റയൊക്കെ നമ്മൾ കയറി അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും, നമുക്കറിയാൻ പറ്റില്ല. വീട്ടിൽ ആണെങ്കിൽ എൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഈവനിങ് ടൈം ആവുമ്പോൾ നന്നായിട്ടിരിക്കുന്നു. നാട്ടില് തൊടുപുഴ. അതെ, അപ്പൊ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളും അതിന്റെയൊക്കെ പുറകെ നടക്കും. പിന്നെ വൈകുന്നേരം ഇപ്പൊ ഒരു ചെറിയൊരു വർക്കൗട്ടൊക്കെ വൈകുന്നേരം രാവിലെ 10-10:30 ആവുള്ളൂ എഴുന്നേൽക്കുമ്പോൾ. ജിമ്മ് അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ വീഡിയോസ് ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നാട്ടിൽ ജിമ്മ് ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടില്ല. പിന്നെ എറണാകുളമൊക്കെ വരികയാണെങ്കിൽ ജിമ്മിൽ. ആലുവ വിട്ടോ? ഇപ്പോ ആലുവ വിട്ടില്ല, ആലുവ ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഉണ്ട്. ഇപ്പൊ എറണാകുളത്ത് മറൈൻ ഡ്രൈവില്. പിന്നെ നമ്മുടെ തൊടുപുഴ. ഈ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ്? ഹണിക്ക് സുഹൃത്തുക്കൾ എന്ന് പറയാനായിട്ട് ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ടോ അതോ വളരെ എനിക്ക് എല്ലാവരും ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അപ്പം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല, ഈ വീഡിയോസ് ഒക്കെ കണ്ട് സമയം കളയുന്നല്ലാതെ കോള് വിളിച്ച് ഇല്ല. ഈ പണ്ട് പഠിക്കുന്ന കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കളുണ്ടോ ഇപ്പോഴും? ഇപ്പോഴും ഉണ്ട്. അത് എല്ലാം വല്ലപ്പോഴും ഒക്കെ സംസാരിക്കും. ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും വല്ലപ്പോഴും സംസാരിക്കും, വിളിക്കും. അങ്ങനെ ആൺകുട്ടികളും ഉണ്ട്, 1-2 പേരൊക്കെ ഉണ്ട്. എവിടെ പഠിച്ചത്? മൂലമറ്റം SHEMHS എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയിൽ 10th ജോയിൻ ചെയ്യുന്ന സമയത്താണ് ബോയ് ഫ്രണ്ട് വിനൻ സാറിന്റെ മൂവി കൂടി വരുന്നത്. ചേട്ടൻ ഈ ബോയ് ഫ്രണ്ടിനെ വിട്ടിട്ട് കളിയില്ല. 10th ആയതിനു ശേഷമാണ് ബോയ് ഫ്രണ്ട്. അതെ, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയിലൂടെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും വർഷം, 20 വർഷമാവും. അപ്പൊ ഈ തൊടുപുഴയിൽ നിന്നും മൂലമറ്റം നിങ്ങളുടെ സ്കൂളിലേക്ക് സ്കൂൾ ബസ് ഉണ്ടോ? ബസ് ഉണ്ടായിരുന്നു, സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബസ്സിന് പോയിട്ടുണ്ട്, ഓട്ടോയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് വഴിയാണ്. മൂലമറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പിന്നെ ഇടുക്കി റൂട്ടിലൊക്കെ പോകുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഹെയർ പിൻ വളവുകളൊക്കെ. ഇത് തൊടുപുഴ മൂലമറ്റം കഴിഞ്ഞിട്ടാണ് ഇടുക്കിയിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ സാധാരണ ഒരു 3 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. നല്ല പഠിക്കുമായിരുന്നു? നല്ല പഠിക്കുമായിരുന്നു. സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു, ഭയങ്കര മടിയായിരുന്നു. അതിപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കത് തന്നെയാണ്. എനിക്ക് ഇങ്ങനെ കുറേ നേരം ഒരു ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ അത് ഭയങ്കര ബോറിംഗ് ആണ്. ഈ പഠിക്കുന്ന സമയത്ത് നാടകം അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു? വളരെ കുറവാണ്. പക്ഷെ ഞാൻ ഒരു ഡ്രാമ ചെയ്ത് ഓർക്കുന്നുണ്ട് സ്കൂളിൽ. അപ്പോൾ അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, വേറെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഓപ്ഷൻ ഇല്ല, എല്ലാവരും പെർഫോം ചെയ്യണം. അങ്ങനെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു കുഞ്ഞ് അതെ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ എന്ന് ചോദിക്കുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇത് കൊള്ളാലോ ഈ സാധനം, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അതൊരു ഭയങ്കര പേടിച്ചൊക്കെ ഇരുന്നാ പറഞ്ഞത്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു രസം ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഈ സിനിമയിലേക്കുള്ള ഒരു എനിക്ക് സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള താല്പര്യം വരാൻ കാരണം അതെന്താണ്? അത് വിനയൻ സാറിന്റെ മീരയുടെ ദുഃഖം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് ഞങ്ങളുടെ ഈ തൊടുപുഴ മൂലവരുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിനയൻ സാറാണ് ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് സിനിമ പോയത്. അതെ. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു കമ്പനി ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ചേച്ചിമാരുടെ വീട്ടിലാണ് ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കാണാൻ പോയി. ആ സിനിമയുടെ ഏതോ കൺട്രോളറോ അങ്ങനെ ഏതോ ഒരു ചേട്ടൻ, ആ സമയം നമുക്കറിയില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും, കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ മോക്കുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ ഒരു അപ്പൊ ഈ നാട്ടിൻപുറമല്ലേ, അപ്പൊ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം ഇത് കേട്ട് പിന്നെ അത് അങ്ങ് മറ്റേ എൽദോന്റെ സിനിമയിൽ ഹണി തന്നെയാണ് വിളിച്ചത്. അപ്പൊ ആ ഒരു ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയത്. അങ്ങനെ വിനയൻ സാറിനെ പോയി ആ സമയത്ത് തന്നെ ഞങ്ങൾ പോയി മീറ്റ് ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞു ഒരു +2 ഒക്കെ ആവട്ടെ, ഇപ്പൊ കൊച്ചല്ലേ, 7th.
ഓ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ബോയ് ഫ്രണ്ടിന്റെ ഒരു ന്യൂസ് എവിടെയോ അപ്പൊ 7 കഴിഞ്ഞിട്ട് 8, 9, 10 എങ്ങനെ മുന്നോട്ട് പോയപ്പോ? ഞാന് 10th കയറുന്നതിന് മുമ്പാണ് വരുന്നത് സിനിമയിലേക്ക്. 7ാം ക്ലാസ്സിൽ വെച്ച് നമുക്ക് ഈ ആഗ്രഹം വരികയും ഈ ഓഫർ കിട്ടുകയും ചെയ്തല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 8, 9, 10 സ്കൂളിൽ ചെല്ലുമ്പോ ഭാവിയിലെ സിനിമ. പക്ഷെ ആളുകൾക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പൊ നമുക്കും പോലും വിശ്വാസം ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ ഇതൊക്കെ നടക്കുവോ സംഭവിക്കുമോ എന്ന് നമുക്കും അറിയില്ല. പക്ഷെ അതൊരു നിമിത്തമായിരുന്നു അതങ്ങനെ സംഭവിക്കും. ബോയ് ഫ്രണ്ടിൽ വരുന്നു. അതെ അതെ. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചപ്പോ എന്ത് തോന്നി ആദ്യമായിട്ട്? അതിനകത്ത് ഹീറോയിൻ അല്ലേ? ഹീറോയിൻ 2 ഹീറോയിൻസ് ഉണ്ട്. ഒരു ആള് തെലുങ്കിന്ന് ഒരു കുട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ മണിക്കുട്ടനാണ് അതില് നായകൻ. അപ്പം മണിക്കുട്ടനാണ് ആദ്യത്തെ നായകൻ. ആദ്യത്തെ നായകൻ നായകൻ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാ. അപ്പം കാമുകൻ എന്നുള്ളൊരു സാധനമല്ല. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യത്തെ മൂവി എന്ന് പറഞ്ഞാൽ. അതെ, ഇരിങ്ങാലക്കുട. അങ്ങനെ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഷൂട്ട്. അതിന്റെ കോറിഡോറിൽ കൂടി ഇങ്ങനെ ഓടി വരുന്നതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓടി രക്ഷപ്പെടുന്നതാണ്. ഞാൻ ആരെയൊക്കെ തട്ടി നിലത്തൂരുണ്ട് വീണ് ഇവരെല്ലാം ചിരിക്കുന്നതും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ ഡയലോഗ് ഓർമ്മയുണ്ടോ സിനിമയിൽ? മണിക്കുട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങളിങ്ങനെ വന്നിട്ട് ഒരു ബൈക്കിൽ വന്നിട്ട് പുള്ളിയെ നീ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്ത, ഇതിന് കിട്ടുന്നില്ല, അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞത്. ആ ഒരു കുഞ്ഞു ഡയലോഗേ ഉള്ളൂ. അതൊരു 2-3 തവണ പറഞ്ഞപ്പോ, കാരണം ഇച്ചിരി ഉള്ളൂ സാധനം, ഒരു കുഞ്ഞു സാധനമാണ്. ശരിയായി 2-3 തവണ പറഞ്ഞപ്പോ ശരിയായി തോന്നുന്നു. അത്രയൊക്കെ അത് വന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഏറ്റവും ലെങ്ത് കൂടിയ ഡയലോഗ് എന്തായിരുന്നു അതിനകത്ത്? അതിൻ്റെ അകത്ത് കരഞ്ഞിട്ടൊരു ചെറിയ ഡയലോഗ് കണ്ടേ പറയുന്നുള്ളൂ. പക്ഷെ കരഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയണം. അതെനിക്ക് തോന്നുന്നു കുറെ തവണ. സാറ് ഇങ്ങനെയൊന്നും നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഷോട്ട് ക്ലോസ് ഒക്കെ വെക്കുന്ന സമയത്തൊന്നും സാറ് വഴക്കൊന്നും പറയില്ല. വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട്, അതായത് ആ കോളേജിൽ എല്ലാ ഓഡിയൻസും ജൂനിയർ ആർട്ടിസ്റ്റുകളും പിള്ളേരും ഒക്കെ വന്നിട്ട് ഒരു വൈഡ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാറിങ്ങനെ അവിടെ നിന്ന് ദൂരേന്ന് കുറെ ആളുകളെ ചീത്ത വിളിച്ച് വരുവാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ പഴം പിടിക്കുന്ന പോലെ നിന്നാ മതി, അതൊക്കെ ചെയ്യും. ആ ഒരു സാധനം മാത്രമേ സാറ്. അത് ജിബു ജേക്കബ്സ്. അതെ അതെ അതെ. അന്ന് ഈ പറയുന്ന പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു? ഇല്ല, പ്രസന്ന മാസ്റ്റർ ആയിരുന്നു അതിന്റെ. അപ്പൊ മണിക്കുട്ടൻ എനിക്ക് തോന്നുന്നു പുള്ളി എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ഹീറോ ആയിരുന്നു. ഡാൻസ്, ഫൈറ്റ് എല്ലാം പുള്ളി പെർഫെക്റ്റാ. അപ്പൊ എനിക്കൊരു കാല് ചുമരേക്ക് നടക്കാൻ പോലും അറിയത്തില്ല. ഒരു കാല് മുമ്പോട്ടെടുത്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് കോമഡിയാ. അപ്പം മാസ്റ്റർ ചീത്ത പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. മാസ്റ്റർ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഭയങ്കര അസിസ്റ്റന്റ്. ഇപ്പൊ കണ്ടില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് പുള്ളി ഭീകര ചീത്തയായിരുന്നു ഈ മാസ്റ്റർ. അപ്പം ഹണി ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല. ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ സിനിമ വന്നു കഴിഞ്ഞിട്ടൊരു പ്രയോജനം ഭയങ്കര വ്യത്യാസമാണ്. അത് മാത്രമല്ല, ഇത് ഭയങ്കര കോളേജും അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം അവരെന്നെ സ്റ്റെപ്പിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഈ ക്ലാസിക്കൽ പഠിച്ചെന്ന് പറഞ്ഞില്ല? ഭരതനാട്യമാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അത് ചെറുപ്പത്തിലാണ്, എനിക്ക് വലിയ താല്പര്യമേ ഇല്ലാതെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് പഠിച്ചതാണ്. അപ്പൊ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഏകദേശം അറിയാന്നല്ലാതെ വലിയ. പക്ഷെ എനിക്കിപ്പം ഭയങ്കര ആഗ്രഹമാണ് ഒരു ക്ലാസിക്കൽ ഡാൻസ് എവിടെയെങ്കിലും പെർഫോം ചെയ്യണം, മര്യാദയ്ക്ക് പഠിച്ച് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട്. ഈ അന്യഭാഷാ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഇപ്പോ റീസെന്റ് ആയിട്ട് ബാലകൃഷ്ണ അതല്ലേ, ആ സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു എന്താണ് എക്സ്പീരിയൻസ്? ഈ തെലുങ്ക് പറയാനും തെലുങ്ക് ഡയലോഗ് പറയാനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇതിനെ കുറിച്ചൊക്കെ എന്താണ്? ആദ്യം ഞങ്ങൾ ഇതിന് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു ചെയ്തത്. കാരണം അതെങ്ങനെയാണ് ആ ഓഫർ വന്നത്? ഇദ്ദേഹം കണ്ടിട്ട് വിളിച്ചതാണോ അതോ? അല്ല, ഇത് അതിന്റെ ഡയറക്ടർ സാറ് ഗോപിചന്ദ് മൽനേനി എന്ന് പറഞ്ഞ അദ്ദേഹം അതിന് മുമ്പ് ക്രാക്ക്, അദ്ദേഹം ഒത്തിരി സിനിമ അവിടെ ചെയ്തിട്ടുണ്ട്. രവിതേജ് സാറിനെയൊക്കെ വെച്ചിട്ട് ക്രാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയിലേക്കാണ് ആദ്യം എന്നെ വിളിച്ചത്. ക്രാക്ക് അല്ല, രവിതേജ അദ്ദേഹമായിരുന്നു ഹീറോ. അപ്പം അതിൽ 2 ഹീറോയിൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യാത്തൊരു ഭാഷയാണ്, ഒരു ലാംഗ്വേജിലാണ് ഇത്. അപ്പം എനിക്ക് വരലക്ഷ്മിയുടെ കഥാപാത്രമാണ് പറഞ്ഞത്. അപ്പം എനിക്കത് വേണ്ട. അല്ലല്ല, വരലക്ഷ്മി നമ്മുടെ ശരത് കുമാർ സാറിന്റെ മോള്, പുള്ളിക്കാരി ചെയ്ത കഥാപാത്രത്തിലേക്കാണ് എന്നെ വിളിച്ചത് അതിൽ. അപ്പം ഇത് വേണ്ട, എനിക്ക് ഹീറോയിനായിട്ട് ഞാൻ ഫസ്റ്റ് തെലുങ്ക് ചെയ്യുമ്പോഴത്തേക്കും അത്ര നല്ലൊരു സാധനം വേണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പുള്ളി അത് ഭയങ്കര ആ ഒരു രീതിയിൽ തന്നെ അദ്ദേഹം അത് എടുത്തു. എന്നിട്ട് പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത സിനിമ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ്
ഈ വീരസിംഹ റെഡ്ഡി വന്നപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് ഫോട്ടോഷൂട്ട്, കാരണം ഈ ഒരു ഗോൾഡ് ഗെറ്റപ്പാണ് അത്, അദ്ദേഹത്തോടൊപ്പം ബാലകൃഷ്ണ സാറിനൊപ്പം തന്നെ നിന്ന് ഫോട്ടോസ് എടുത്ത് എങ്ങനെയാണ് ഇവർ ചേരുന്നുണ്ടോ എന്ന് കൂടി നോക്കണമല്ലോ. അതെല്ലാം മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാം നോക്കി അങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ആ സിനിമയിൽ. അദ്ദേഹം എന്ത് പറഞ്ഞു കണ്ടപ്പോ? നിങ്ങൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല, അവിടെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ടിനാണ് അദ്ദേഹത്തെ കാണുന്നത്. ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഉദ്ഘാടനങ്ങളും ഈ കാര്യങ്ങളും ഇങ്ങനെ ബിസി ആയിട്ട് നിൽക്കുന്ന സമയമാണോ അത്? അതെ അതെ, നമ്മുടെ മോൺസ്റ്റർ ഒക്കെ ആ ഒരു ഷൂട്ട് നടക്കണ ആ ഒരു സമയമായിരുന്നു. ഇതിപ്പോ 1 വർഷം ആയതേ ഉള്ളൂ പടം റിലീസായിട്ട്. 1 വർഷം അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിച്ചു. പിന്നെ അങ്ങനെ പടത്തിൽ ജോയിൻ ചെയ്തു. അപ്പം ഡയലോഗ്സ് ഒക്കെ നിറയെ ഉള്ളതാണ്. ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡയലോഗൊക്കെ ഉണ്ട്, ഈ അമ്മ ക്യാരക്ടർ. അപ്പം ഭയങ്കര കടുകട്ടി പേജുകളുള്ള ഡയലോഗ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഒരു 3 വീക്സിന് മുമ്പ് വാങ്ങിച്ചിട്ട് പഠിച്ചു. അവിടെ സുരേഷ് എന്നും പറഞ്ഞ് പുള്ളി വലിയൊരു സിംഗറും കൂടിയാണ്. അദ്ദേഹം എനിക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു ഈ ഡയലോഗ്സ് ഒക്കെ മലയാളത്തിലേക്ക്. അങ്ങനെ പുള്ളിക്കാരനെ ഇരുത്തി പഠിപ്പിച്ച് മലയാളത്തിൽ തന്നെ എഴുതി കാണാപ്പാടം പഠിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഓൺ സ്പോട്ടിൽ കുറേ സാധനങ്ങൾ മാറ്റും, എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് കുട്ടി പ്രോംപ്റ്റിംഗ് ഒക്കെ കിട്ടിയാൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് പോകും. അങ്ങനെയായിരുന്നു. ലാംഗ്വേജ് വലിയ പ്രശ്നം വന്നില്ല എനിക്ക്. തമിഴ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, കുറേ നാളായി. ഫസ്റ്റ് മുതൽ കനവയെന്നും പറഞ്ഞ് വിക്രാന്ത് എന്നും പറഞ്ഞ വിജയുടെ കസിൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ ജീവയുടെ കൂടെ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പം ഇപ്പോൾ ഹണിയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? ഐ മീൻ ഒരു സിനിമയിലെ ക്യാരക്ടർ, എനിക്ക് ഇന്ന പോലൊരു ക്യാരക്ടർ കിട്ടിയാൽ ആഗ്രഹമുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നത്? ഒരു കഥാപാത്രം എന്നറിയില്ല, ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഭയങ്കര ശക്തമായ ഇന്നതൊന്നും എനിക്ക് പറയാനായിട്ടില്ല. നല്ല ശക്തമായ ഒത്തിരി കഥാപാത്രം, ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യണമെന്നുണ്ട്, ആക്ഷൻ ഓറിയന്റഡ് ചെയ്യണമെന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ ഒരു ബയോപിക് ആരുടെയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഭയങ്കര നിറയെ ആഗ്രഹമാണ്, മുഴുവൻ ആഗ്രഹമാണ്. ആഗ്രഹത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് നമുക്കിനി ഒരു വിവാഹം കഴിക്കാനുള്ള സമയം കിട്ടുന്നത്? അതതിന്റെ ഇടയിൽ കൂടി ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് അങ്ങ് പൊക്കോളും. അതാണ്, ഈ നല്ല ഒരാളാണെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അതായത് ഈ വരുന്ന ആള് ഇനി സിനിമ വേണ്ട മോളെ എന്ന് പറയാത്ത ഒരാളായിരിക്കണം. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യാനുള്ള വരുന്ന ഒരാള് നമ്മുടെ ഇപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ലൈഫിലേക്കായാലും അദ്ദേഹം എൻ്റെ ലൈഫിലേക്കായാലും വരുമ്പം അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലാതെ ഒരാളെ നീ ഇനി വർക്ക് ചെയ്യരുത് എന്നും പറഞ്ഞ് വീട്ടിലിരുത്തുന്ന ഒരാളാണെങ്കിൽ അതിനൊരു പ്രണയമോ സ്നേഹമോ എന്നൊന്നും നമുക്കതിന് വിളിക്കാൻ പറ്റില്ല. അതെന്തോ ഒരു സ്വാർത്ഥത ഇതിൽ നിന്ന് വരുന്ന. കാരണം എൻ്റെ അപ്പനും അമ്മയും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും അവരെൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. എന്നെ കാരണം അവർക്ക് അത്രയും ഇഷ്ടമാണ് എന്നെ, അതെനിക്കറിയാം. അപ്പൊ ആ വരുന്ന ആൾക്ക് ആ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെയല്ലേ നിൽക്കൂ. നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു. അത് ഭീകര പ്രണയം ആ വ്യക്തി ഇതിനെതിരായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതൊക്കെ ചെറുപ്പത്തിലാണ്, സിനിമ വരുന്നതിന് മുമ്പ് അതിനൊന്നുമുള്ള ചിന്തിക്കാനുള്ള സിനിമ വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി ഞാനത് മാറ്റി വെച്ചു. അത്ര ഭീകര പ്രണയമൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു. അപ്പൊ എന്തായാലും ഇപ്പൊ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അതായത് തീർച്ചയായിട്ടും സിനിമ എന്നുള്ള ഒരാളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സിനിമാക്കാരനാണ് ഇതെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് ഉള്ളിൽ ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഹണിയുടെ ഇപ്പോൾ ഈ ഇനോഗ്രേഷൻ ആയാലും അല്ലെങ്കിൽ ഹണിയുടെ ഓരോ പ്രൊഫൈലിൽ ഇടുന്ന ഫോട്ടോ ആയാലും എന്തായാലും അതിൻ്റെ താഴേക്ക് വന്നിട്ട് ഭീകരമായ കമൻസുകൾ വരാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ അങ്ങനെ നോക്കാറില്ല, കമൻസ് ശ്രദ്ധിക്കാറില്ല. ആ കമൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അധികം സ്ത്രീകളുടെ പേരുകളായിരിക്കും, ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഐഡിയ ആയിരിക്കും. എല്ലാം വരുന്നത് ഭയങ്കര അത്ര വലിയ എന്താ പറയുക വെൽക്കമിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കാറില്ല എന്ന് പറഞ്ഞു. എങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും? പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി ഉള്ള ഈ വിമർശനങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഈ മറ്റുള്ളവരുടെ ഒരു അസൂയയുടെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഇനി അതിനകത്ത് വല്ല PR വർക്ക് ഉണ്ടോ? എന്തായാലും ഇതുകൊണ്ടൊന്നും എനിക്കൊരു മോശം സംഭവിച്ചിട്ടില്ല. അതെ, നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ പറയുന്നവർ പറയട്ടെ, കാരണം ഓരോ ആളുകളല്ലേ, അവരുടെ അവരുടെ തോട്ട്സ്. അപ്പോൾ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. അതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ എടുക്കാൻ പോയാൽ അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ ഇവരെങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാനും പറ്റത്തില്ല. ലൈഫ് ഭയങ്കര ഡാർക്കായി പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹണി റോസിന് തന്നെ
ഹണിറോസ് 1, ഹണിറോസ് 2, ഹണിറോസ് 3, ഹണിറോസ് 4 എന്ന് പറഞ്ഞ് പല ഇല്ലേ അങ്ങനെ കുറെ എല്ലാം ഉണ്ടായിരുന്നു. ഹണിറോസ് ഇത്രയാണെങ്കിൽ അതിന്റെ ഹണിറോസ് 2 അങ്ങനെ കേട്ടു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഹണിക്ക് ഫേക്ക് അക്കൗണ്ട് ആണോ ചേട്ടൻ പറഞ്ഞത്? അല്ലല്ല, ഞാൻ പറഞ്ഞ ഉദ്ഘാടനങ്ങളുണ്ടല്ലോ, ഉദ്ഘാടനങ്ങളിൽ ഇപ്പൊ ഹണിറോസ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഹണിറോസിന്റെ തന്നെ അടുത്തൊരു ഈ ആളുകൾ ഇതേപോലെ തന്നെ ഓരോരോ കമന്റുകൾ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനൊന്നും കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇനി ഹണിക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ റേച്ചലിനെ കുറിച്ചോ അല്ലെങ്കിൽ റേച്ചലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് മൂവി. പ്രതീക്ഷയുള്ള മൂവിയാണെന്ന്. അതെ അതെ അതെ, നമുക്ക് രണ്ടുപേർക്കും ചേട്ടൻ അത്ര രസമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു 3 സ്റ്റേജ്, അതെ ഈ പറയുന്ന പോലെ 3 സ്റ്റേജ് നമ്മൾ കാണുമ്പോൾ തന്നെ ആ കഥാപാത്രമായിട്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു പില്ലർ എന്ന് പറയാം ആ സിനിമയുടെ. അത്രയും നല്ലൊരു കഥാപാത്രം. അങ്ങനെ അവരിൽ പെർഫോം ചെയ്ത എല്ലാവരും അത്ര രസമായിട്ടാണ് ചെയ്തേക്കുന്നതും. നമ്മളൊരു വേറൊരു ലോകത്ത് പോയിരുന്ന് കാണുന്ന ഒരു സിനിമ പോലെ നമുക്ക് തോന്നും. ഞാനതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കണ്ടിട്ടുള്ള സിനിമയിൽ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആളുകൾ വിളിച്ച് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയത്, ഒരു ദിവസം 2 ഇന്നോഗ്രേഷൻ ചെയ്തിട്ടുണ്ടോ? 2, 3 ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം. അതെങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2, 3 ഒക്കെ വരെ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 3 ഇന്നോഗ്രേഷൻ ഉണ്ട്. അത് നമ്മള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്തടുത്തല്ലെങ്കിൽ എന്ത് ചെയ്യും? അത്ര അടുത്താവണം എന്നില്ല. ചിലത് ഈ പറഞ്ഞ ചിലതൊക്കെ അടുത്തായിരിക്കും. ചിലപ്പോൾ ഒരേ ആളുകളുടെ തന്നെ, അതായത് ഒരേ ഗ്രൂപ്പ് തന്നെ അവരുടെ ഷോറൂമുകൾ ഇപ്പം കോട്ടയം അങ്ങനെ 3 എണ്ണമായിരിക്കും. പക്ഷെ 2 എണ്ണമൊക്കെ അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത, ഇപ്പം കൊച്ചിനിലാണെങ്കിൽ ചിലപ്പോൾ അടുത്തത് പാലക്കാടായിരിക്കും. അവിടുത്തേത് സ്ട്രെയിറ്റ് കഴിഞ്ഞിട്ട് നേരെ പാലക്കാട്. കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഒരെണ്ണം രാവിലെ ആണെങ്കിൽ ഒരെണ്ണം ഈവനിങ് ആയിരിക്കും. അതിപ്പോ അവര് ഈവനിങ് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയും നമ്മളൊന്ന് കാലത്തേക്ക് ആക്കാൻ പറ്റുമോ, ഇത്തിരി പൈസ കുറച്ച് തന്നോ, അപ്പൊ അതൊന്ന് കാലത്തേക്ക് ആക്കിയാൽ. അല്ല, ചിലപ്പോ അത് ഈവനിങ് ആയിരിക്കും വിളിക്കുമ്പോ. 2 ഈവനിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അവരോട് നമ്മളായിട്ടൊരു ഓഫർ അങ്ങോട്ട് കൊടുക്കും. ഇല്ല, അങ്ങനെ ചെയ്യില്ല. 2 ഒരേ സമയം നമുക്ക് പറ്റുന്നതും ആണെങ്കിൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മള് ഭയങ്കര നമ്മൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തേക്കുന്നതൊക്കെ ഒരു ദിവസം തന്നെ. ഞാനും പണ്ട് ഒരു ദിവസം 3 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. 3 സിനിമ അഭിനയിക്കല്ല, 3 സിനിമ ഇപ്പൊ ഇടികൊണ്ടിട്ടുണ്ട് ഞാൻ അന്ന്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്തല്ലേ ഭയങ്കര ബിസി കാലത്ത് അവിടെ ഉച്ചയ്ക്ക്. ഭയങ്കര ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ. പിന്നെ ഇടിയുള്ള ഇതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എഫർട്ടൊന്നും ഇടാനില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. 3 സിനിമയായി ഒരു ദിവസം. ഇപ്പോൾ ഇനിയും ഈ പറയുന്ന പോലെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനു വേണ്ടി ഇരിക്കുമ്പോൾ ഇനിയും കുറച്ചും കൂടി ഉന്നതിയിലെത്തട്ടെ. മിക്കവാറും എത്തും, ഉന്നതിയിലെത്തും. അതല്ല, അത് അവര് തന്നെ അത് പറഞ്ഞ് ചിരിച്ച കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ഒന്നുമില്ല, അവര് തന്നെ തമാശയായിട്ട് എടുത്ത കാര്യങ്ങളാണ്. അത് ഞാൻ അണിയോടും പറയാൻ ചെയ്തല്ലോ. അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അതുകൊണ്ട് ചിരി വന്നു പോയൊരു കാര്യം ഇതാണ്. കാരണം തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും ആണിയുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ നല്ല വേഷങ്ങൾ കിട്ടട്ടെ. നമ്മൾ അടുത്ത പ്രാവശ്യം ഈ അമ്മയുടെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.